നമസ്കാരം, ഞാൻ അശോക് നാരായൺ. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രാപഞ്ചിക ഊർജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഭൗതിക തലത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടിയെല്ലാം ഈ ഒരു മാർഗം നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത് പങ്കുവയ്ക്കണമെന്ന് തോന്നുന്നത്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സമാധാനം, സന്തോഷം, അതുപോലെ തന്നെ ഊർജ്ജസ്വലത, പ്രാപഞ്ചികമായിട്ടുള്ള അറിവുകൾ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയൊക്കെയാണ്. ഇത് പക്ഷേ ഭൗതികമായിട്ടുള്ള ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, വളരെ ഭംഗിയായിട്ട് തന്നെ. അധികം ദീർഘിപ്പിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ സന്തോഷകരമായിരിക്കും. എന്തു തന്നെയായാലും വിഷയത്തിലേക്ക് കടക്കാം. ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത്, രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് തിരികെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ടവല് മാത്രമായിരിക്കും ആ സമയത്ത് ധരിച്ചിട്ടുണ്ടാവുക. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരം കഴിയുന്നിടത്തോളം പ്രപഞ്ചവുമായിട്ട്, ഭൗതിക തലവുമായിട്ട് കൂടുതൽ ബന്ധമുള്ളതാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കുമെന്നുള്ളതാണ്. ഇനി അതിനുള്ള സാഹചര്യം നിങ്ങൾക്കില്ല എങ്കിൽ, ഒരു പക്ഷേ ഹോസ്റ്റലിലോ മറ്റിടങ്ങളിലോ ഒക്കെ ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബാത്റൂം, നിങ്ങൾ കുളിക്കുന്ന ഇടം കുറച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. തിരികെ ബെഡ്റൂമിലേക്ക് വരണമെന്നില്ല. ഞാൻ ചെയ്യുന്നത് ബെഡ്റൂമിൽ നിന്നാണ്, അതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്, കഴിയുന്നിടത്തോളം സൂര്യൻ ഉദിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട്, അത് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. ആ ഭാഗത്തേക്ക് തിരിയണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഊർജം കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്കും അതിലൂടെ ബോധത്തിലേക്കുമൊക്കെ പ്രവേശിക്കാൻ കുറച്ചുകൂടി നല്ലത്, ഇഫക്റ്റീവായിരിക്കുന്നത് ആ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് രാവിലെയുള്ള സാഹചര്യങ്ങളിൽ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കുക. അതിന് ശേഷം നിങ്ങളുടെ കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി കൂപ്പുകൈയുടെ രൂപത്തിൽ നിൽക്കുക. ഏകദേശം ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൂപ്പുകൈ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് കണ്ണുകൾ സാവധാനം അടയ്ക്കുക, പൂർണ്ണമായിട്ടും കണ്ണുകൾ അടയ്ക്കുക. ആവശ്യമെങ്കിൽ ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുകയുമാകാം. അപ്പോൾ ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നതിലൂടെ നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമായിട്ട് കിട്ടും. കൂടുതൽ സമാധാനവും ശാന്തിയുമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. നമ്മൾ കാലുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, കണ്ണുകൾ അടച്ചിട്ടുണ്ട്, രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി കൂപ്പുകയുടെ രൂപത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കണ്ണുകൾ അടച്ച്. എന്നിട്ട് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു രീതിയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ശരിക്കും മനസ്സ് വല്ലാത്ത ശാന്തമാകുന്നത്, നല്ല സമാധാനമുള്ളിൽ വന്ന് നിറയുന്നത് ശരിക്കും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിനുശേഷം ഈ പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ശാന്തതയും സമാധാനവുമാണെങ്കിൽ അത് മുകളിലെ കോസ്മിക്കിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, ആവശ്യമെങ്കിൽ ഒരു പുകയുടെ രൂപത്തിലോ ഹിമകണങ്ങളുടെ രൂപത്തിലോ ഒക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ശിരസിലെ മൂർധാവിലൂടെ ശരീരത്തിലാകെ അത് നിറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയാം. ഇനി പ്രാപഞ്ചികമായ ഊർജമാണ് എങ്കിൽ അത് മുകളിൽ നിന്ന് നിങ്ങളുടെ മൂർധാവിലൂടെ ശരീരത്തിലേക്ക് നിറയുന്നത് അനുഭവിച്ചറിയാം. ആവശ്യമെങ്കിൽ ഒരു വയലറ്റ് കളറിൽ ഇങ്ങനെ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം.
ഇനി അതല്ല, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹമാണെങ്കിൽ, ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അങ്ങനെ, സമ്പത്താണെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ഇമാജിനേഷനായിട്ടൊരു സങ്കല്പത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. ഈ ഒക്കിനാവ ദ്വീപുകളിലെ, ജപ്പാനിലെ ഒക്കിനാവ ദ്വീപ് നിവാസികളുടെ അവർ വളരെ ദീർഘകാലം യൗവനം നിലനിർത്തുന്ന ഒരു ഗണത്തിൽപ്പെട്ട ആളുകളെന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് സന്തോഷം അവർക്കുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒരു പുസ്തകം തന്നെയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഒക്കിനാവ ദ്വീപ് നിവാസികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലൊന്നാണ് ഈ കൈകൾ ശിരസിന് മുകളിൽ പിടിക്കുക എന്നുള്ളത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജീവിതചര്യ വെച്ച് നോക്കുന്ന സമയത്ത് കൈകൾ ശിരസിന് മുകളിൽ പോകുന്നത് താരതമ്യേന ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ യൗവനം നിലനിർത്താനും മനസ്സും ശരീരവും വളരെയധികം സുഖകരമായ, ഊർജ്ജസ്വലമായ, സന്തോഷകരമായ, സമാധാനപൂർണമായ അവസ്ഥയിൽ നിലനിർത്താനുമെല്ലാം വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ഒരു മാർഗം വളരെയധികം ഗംഭീരമായിട്ട് ഉപകാരം ചെയ്യും എന്ന് തോന്നുന്നു. മാത്രമല്ല ശരിക്കും ഒരു ധ്യാനത്തിൻ്റെ, ദീർഘമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ്റെ ഗുണഫലങ്ങളും ഇതിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുടെ ഈ വിധത്തിലൊക്കെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ലോ ഓഫ് അട്രാക്ഷനിലൊരു ഗംഭീരമായിട്ടുള്ളൊരു ടെക്നിക്ക് കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വിധത്തിൽ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ, അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.